Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI പ്രിൻസിപ്പൽ PS ഷിയാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളയുടെ സഹായത്തോടെ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി കുട്ടികളിൽ പഠന ലക്ഷ്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിലെ അധ്യാപക വിദ്യാർത്ഥികളുടെയും സ്കൂളിലെ രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI പ്രിൻസിപ്പൽ PS ഷിയാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അധ്യാപക വിദ്യാർത്ഥികളായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അധ്യാപന വൃത്തിയിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു പ്രവർത്തനമാണ്. കുട്ടികൾ ഇരിക്കാൻ ഒരു കസേരയിലിരിക്കാം, പ്രധാനത്തിന് ഇരിക്കാൻ നിർബന്ധമില്ല. അപ്പോൾ കാരണം ഇങ്ങനെയുള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാത്തടത്തോളം കാലം നമ്മുടെ അധ്യാപനം സജീവമാവില്ല. ഇപ്പോൾ PT പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മകൾ അധ്യാപികയാണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങളെ അദ്ദേഹം നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അറിവ് ആർജിക്കേണ്ട കുട്ടികൾ നമ്മൾ അറിവ് നിർമ്മിക്കാൻ അവസരം കൊടുക്കുകയാണ് ചില ക്ലാസ്സിനകത്ത്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അറിവ് നിർമ്മിക്കുക എന്നുള്ളത് കേവലം അധ്യാപകന്റെ പാഠപുസ്തകത്തിൽ നിന്ന് അടർന്നു വിടുന്ന വാക്കുകളിൽ മാത്രമായിരുന്നു. സാറ് പഠിപ്പിക്കും, സാറ് പറയും, ഞങ്ങളത് കേട്ടിരിക്കും, സാറ് വരെ നോട്ട് എഴുതും, അത് വീട്ടിൽ പോയി പഠിക്കും, അത് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് ക്ലാസ് ലിസ്റ്റിൽ എഴുതും, ക്ലാസ്സിൽ 1, 2, 3 അല്ലെങ്കിൽ കുറയുന്നെങ്കിലും 1ാം സ്ഥാനത്തിൽ വാങ്ങും. ഇതാണ് നമ്മുടെ അധ്യാപന വൃത്തിയിൽ നമ്മൾ കണ്ടിരുന്നത്. PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ TB സന്തോഷ് കുമാർ പദ്ധതി വിശദീകരണവും ഹെഡ് മിസ്ട്രസ് സഫീന A മുഖ്യപ്രഭാഷണവും നടത്തി. പ്രീ പ്രൈമറി കുട്ടികൾക്ക് പഠനഭാഗങ്ങൾ വിനിമയം ചെയ്യുമ്പോൾ കരുതേണ്ട പഠന സാമഗ്രികളാണ് ശില്പശാലയിലൂടെ നിർമ്മിച്ചെടുത്തത്. നിർമ്മിച്ച ഉപകരണങ്ങളുടെ അക്കാദമിക സാധ്യതകളും പങ്കുവച്ചു. ശില്പശാലയ്ക്ക് സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ ശ്രീജ സുനിൽ, അനീറ്റ ജോയ് എന്നിവർ നേതൃത്വം നൽകി. ശില്പശാലയിലൂടെ വിവിധതരം പാവകൾ, വിവിധ ജീവികളുടെ മുഖംമൂടികൾ, പലതരം പൂക്കൾ, കട്ടൗട്ടുകൾ, സംഖ്യാ കാർഡുകൾ എന്നിവ നിർമ്മിച്ചു. അധ്യാപകരായ രേഖ MR, നൗഫൽ KM, ജമീല KM, സുൽഫത്ത് KK എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.